പോക്സോ കേസുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോ സീരീസാണ് നമ്മളിനി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിൽ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ ഒരു ഓൺലൈൻ ക്ലയൻറ്റിൻ്റെ ഒരു കേസുമായി ബന്ധപ്പെട്ട ഡീറ്റെയിലിംഗ് ആണ്. അതായത് ഭർത്താവിന് എതിരെ സ്വന്തം ഭാര്യയും ഭാര്യയുടെ അമ്മയും കൂടാതെ ഭാര്യയുടെ പുതിയ ഭർത്താവും കൂടി ചേർന്ന് നടത്തിയ ഒരു വ്യാജ പരാതിക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുവാനായിട്ട് പോകുന്നു. അതായത് ഭാര്യയും ഭർത്താവും കല്യാണം കഴിക്കുന്നു, അവർക്കൊരു ആൺകുട്ടി ജനിക്കുന്നു, അവർ സുഖമായി ജീവിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവർക്ക് ഇടയിൽ ആസ് യൂഷ്വൽ ഒരു കുടുംബ വഴക്ക് വരികയും വഴക്കിനെ തുടർന്ന് അവർ കുടുംബ കോടതികളിൽ പലതരത്തിലുള്ള കേസുകൾ ഫയൽ ചെയ്യുന്നു. ഭർത്താവ് കുട്ടീനെ കാണുവാനായിട്ട് കുടുംബ കോടതിയിൽ ഒരു ഗാർഡിയൻ ഓപ്പി ഫയൽ ചെയ്യുന്നു. ഭർത്താവിൻ്റെ ഭാഗത്തുള്ള കാര്യങ്ങളെല്ലാം കേട്ടതിന് ശേഷം കുട്ടിയെ കാണുവാനും കുട്ടിയുമായി സമ്പർക്കം പുലർത്തുവാനുമായിട്ട് കുടുംബ കോടതി ഉത്തരവിടുകയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കുട്ടി നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ഒരു ഭയത്തിൻ്റെയും അല്ലെങ്കിൽ കേസിൽ ഒരു ഭർത്താവിന് അനുകൂലമായി ഒരു വിധി വന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലും ഭർത്താവിനെതിരെ ഈ ഭാര്യയുടെ അമ്മ എന്തു ചെയ്തു, ഈ കുട്ടിയുടെ സ്വകാര്യ ഭാഗത്ത് സ്പർശിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോക്സോ കേസ് ഫയൽ ചെയ്യുന്നു. കൂടെ ഇദ്ദേഹത്തിൻ്റെ ഭാര്യയും ആ കേസിൽ സപ്പോർട്ടീവായിട്ട് ഭർത്താവിനെതിരെ കേസ് കൊടുക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. എന്നാൽ ഈ ഒരു കേസിനെ തുടർന്ന് ഈ ഭർത്താവ് അറസ്റ്റിലാവുകയും ചെയ്തു. എന്നാൽ ഈ ഒരു കേസ് വ്യാജമായ കേസാണെന്നും അതുകൊണ്ട് തന്നെ ഇയാൾക്കെതിരെയുള്ള കേസ് വ്യാജമായതുകൊണ്ട് ഇയാളെ വെറുതെ വിടണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കോടതി ഇയാളെ വെറുതെ വിടുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിനെ തുടർന്ന് തനിക്കെതിരെ വ്യാജ പരാതി നൽകിയ ഭാര്യയ്ക്കും ഭാര്യയുടെ അമ്മയ്ക്കും എതിരെയായിട്ട് ഈ പുള്ളിക്കാരൻ എന്ത് ചെയ്യുന്നു, കേസ് കൊടുക്കുകയാണ്. ആ കേസിൽ പ്രധാനമായും ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഗൂഢാലോചന എന്ന് പറയുന്ന ഒരു വകുപ്പ് അവർ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ വഞ്ചന എന്ന് പറയുന്ന വകുപ്പും പ്രകാരമാണ് കേസ് കൊടുത്തത്. കോടതി ഈ കാര്യങ്ങളെല്ലാം നോക്കിയപ്പോൾ പോലീസിൻ്റെ റിപ്പോർട്ടെല്ലാം ഈ ഭർത്താവിന് അനുകൂലമായതുകൊണ്ട് അഡീഷണൽ സെഷൻസ് കോടതിയുടെ ഉത്തരവ് പ്രകാരം ഇയാൾക്കെതിരെ വ്യാജ പരാതി കൊടുത്ത ഭാര്യയും ഭാര്യയുടെ അമ്മേനെയും അറസ്റ്റ് ചെയ്യുവാനായിട്ട് കോടതി ഉത്തരവിടുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിൻ്റെ ഒപ്പം തന്നെ 2 പ്രതികൾ മാത്രമാണ് ഇപ്പോൾ ഉള്ളത് അല്ലേ. എന്നാൽ ഇതിൻ്റെ ഒപ്പം തന്നെ ഈ ഭാര്യയുടെ പുതിയ ഭർത്താവും എന്തു ചെയ്തു, ഇയാൾക്കെതിരെ വ്യാജ സാക്ഷിമൊഴി കൊടുക്കുകയും ചെയ്തു. അങ്ങനെ സാക്ഷിമൊഴി കൊടുത്തു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് പുതിയ ഭർത്താവും എന്തു ചെയ്തു, ഈ ഒരു കേസിൽ 3-ാം പ്രതിയായി ഉൾപ്പെടുകയും ചെയ്യുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിനെ തുടർന്ന് മുൻകൂർ ജാമ്യം കിട്ടുവാനായിട്ട് ഭാര്യയും ഭാര്യയുടെ പുതിയ ഭർത്താവും അമ്മയും ജില്ലാ കോടതിയിൽ അപേക്ഷ കൊടുത്തു. പക്ഷേ ജില്ലാ കോടതി എന്ത് ചെയ്തു, ഈ 3 പേരും നൽകിയ മുൻകൂർ ജാമ്യ ഹർജി തള്ളിക്കളയുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, സത്യസന്ധനായിട്ടുള്ള ഒരു വ്യക്തിക്കെതിരെ സ്വന്തം കുട്ടിയെ കാണുവാനായിട്ട് ഒരു ആഗ്രഹപ്രകാരം ഒരു GOP കൊടുത്തപ്പോൾ ആ GOP പ്രകാരമുള്ള ആനുകൂല്യം കിട്ടാതിരിക്കുവാനായിട്ട് സ്വന്തം മക്കളുടെ ഭാവി പോലും നോക്കാതെ ഇതുപോലെയുള്ള വ്യാജ പരാതി കൊടുക്കുന്ന എല്ലാ ആൾക്കാർക്കും ഇതൊരു പാഠമായിട്ട് മാറണം എന്നുള്ളത് മനസ്സിലാക്കുക. അതായത് വ്യാജ പരാതി കൊടുത്താൽ അത് തെളിയപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കെതിരെ മിനിമം എന്തൊക്കെ സംഭവിക്കാം, ഗൂഢാലോചനയും വഞ്ചനയും പ്രകാരം കേസ് വരികയും വകുപ്പില്ലാത്ത സെക്ഷൻസായിട്ട് വരികയും മുൻകൂർ ജാമ്യം നിഷേധിക്കുവാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. കൂടാതെ ഇതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വ്യാജ ദൃക്സാക്ഷിമൊഴി കൊടുത്താലും പണി കിട്ടും എന്നുള്ളൊരു കാര്യം ആണ് ഈ ഒരു കേസ് കൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. വ്യക്തികളുടെ പേരുകൾ പറയാനായിട്ട് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടും FIR നമ്പർ പ്രസിദ്ധീകരിക്കുവാനായിട്ടുള്ള ടെക്നിക്കൽ ഇഷ്യൂസ് ഉള്ളതുകൊണ്ടും മാത്രം അത് ചെയ്യുന്നില്ല. ഓക്കെ, സോ ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.